KSRTCയുടെ ആദ്യ ബിസിനസ് ക്ലാസ് ബസ് ഇറങ്ങി. ഇളം നീലയും ചാരനിറവും ചേർന്ന വോൾവോ ബസ്സിൽ 34 സീറ്റുണ്ട്. രാവിലെ 5:45 തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെടും. എറണാകുളത്ത് നിന്ന് അതേ സമയത്ത് തിരുവനന്തപുരത്തേക്ക് മറ്റൊരു ബസ്സും തിരിക്കും. വൈകിട്ട് 5:45 രണ്ട് ഭാഗത്തേക്കും സർവീസ് ഉണ്ടാകും. 4 മണിക്കൂറാണ് യാത്രാ സമയം. 100 രൂപയുടെ ഭക്ഷണം ഉൾപ്പെടെ ചേർത്ത് ഏകദേശം 700 രൂപയാണ് നിരക്ക്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ചെയർകാർ നിരക്കിനേക്കാൾ കുറവാണിത്. എല്ലാ സീറ്റിനും ഇന്റർനെറ്റ് സൗകര്യമുള്ള സ്ക്രീനുകൾ, ഹെഡ്സെറ്റ്, ഫ്ലൈറ്റിലേതിന് തുല്യമായ സീറ്റ്, വൈഫൈ കണക്ഷൻ തുടങ്ങിയവയും ഉണ്ടാകും. എവിടെ എത്തിയെന്നും അടുത്ത സ്റ്റോപ്പ് ഏതാണ് തുടങ്ങിയവ ബസ്സിലെ സ്ക്രീനിൽ കാണിക്കും. ശുചിമുറി സൗകര്യമുണ്ടാകും. ഡ്രൈവറെ കൂടാതെ ബസ് ഹോസ്റ്റേഴ്സ് ആണ് ഉണ്ടാകുക. ഇതിലേക്കായി 6 വനിതകളെ തിരഞ്ഞെടുത്തു. ഇവർ കണ്ടക്ടർ ലൈസൻസും നേടി. ടിക്കറ്റുകൾ ഓൺലൈനായി എടുക്കണം. സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ട്രാവൽ കാർഡ് ഉള്ളവർക്ക് കയറാം. മുഴുവൻ സീറ്റിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ആളായാൽ പിന്നീട് എറണാകുളത്താകും നിർത്തുക. ഇടയ്ക്ക് കയറുന്നവർ മുഴുവൻ ടിക്കറ്റ് നിരക്കും നൽകേണ്ടി വരും. ആദ്യഘട്ടത്തിൽ എറണാകുളത്തേക്കാണെങ്കിലും പിന്നീട് തൃശൂർ വരെ നീട്ടും. ദേശീയപാതാ നിർമ്മാണം പൂർത്തിയായാൽ യാത്രാസമയം കുറയും. രാജ്യത്താദ്യമായാണ് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബിസിനസ് ക്ലാസ് ബസ് സർവീസ് ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വെറും 3.5-4 മണിക്കൂറിനുള്ളിൽ യാത്ര സാധ്യമാക്കുന്ന ആധുനിക ബിസിനസ് ക്ലാസ് ബസ് സർവീസ് ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. എമിറേറ്റ്സ് വിമാനങ്ങളിലെ ബിസിനസ് ക്ലാസ് സീറ്റുകൾക്ക് സമാനമായ സൗകര്യങ്ങളോടെയാകും പുതിയ ബസ്സുകൾ നിരത്തിലിറങ്ങിയെന്നും ഇത് സംസ്ഥാനത്തെ യാത്രാനുഭവങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറക്കുമെന്ന് ഉറപ്പാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. 25 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന ബസ്സിൽ ഓരോരുത്തർക്കും വ്യക്തിഗത TV, ചാർജിംഗ് സൗകര്യം, വൈഫൈ എന്നിവയാണ് ഉണ്ടാകുക. യാത്രക്കാരുടെ സഹായത്തിനായി ഡ്രൈവർക്ക് പുറമെ ഒരു ബസ് ഹോസ്റ്റസും ഉണ്ടാകും. ലോകോത്തര നിലവാരം ഉറപ്പാക്കാൻ സീറ്റുകൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തു. 2026 ഡിസംബറിൽ 6 വരെ ദേശീയപാത പൂർത്തിയാകുന്നതോടെ ഗതാഗത രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി KSRTCയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായം തേടുമെന്നും മന്ത്രി അറിയിച്ചു. ഒരേ റൂട്ടിൽ കൃത്യമായ ഇടവേളകളിൽ ബസ് ഓടുന്നുവെന്ന് ഉറപ്പാക്കാൻ പുതിയ സോഫ്റ്റ്വെയർ വികസിപ്പിക്കും. GPS സഹായത്തോടെ ഗതാഗത കുരുക്ക് മുൻകൂട്ടി അറിഞ്ഞ് ഷെഡ്യൂളുകൾ ക്രമീകരിക്കുന്നതോടെ യാത്രകൾ കൂടുതൽ സുഗമമാകും. ഇതിനൊപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളും വരുന്നുണ്ട്. ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ലൈസൻസ് നൽകാനുള്ള സംവിധാനം ഒരുക്കുന്നതോടെ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കാലതാമസം പൂർണ്ണമായും ഒഴിവാകും. ഈ മുന്നേറ്റങ്ങൾ കേരളത്തിന്റെ ഗതാഗത സംവിധാനങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. രാജ്യത്ത് ആദ്യമായാണ് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബിസിനസ് ക്ലാസ് ബസ് സർവീസ് ആരംഭിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ബംഗളൂരുവിലെ കോച്ച് നിർമ്മാണ ഫാക്ടറിയിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കി ബസ് ഇറക്കിയത്. പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിലേക്ക് ബസ് എത്തിച്ചു. ബസ് നിർമ്മാണം വൈകിയതിനാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നതിനു ശേഷമേ ബസ് ലഭിക്കുകയുള്ളൂവെന്നും ഉദ്ഘാടനമില്ലാതെ ബസ് ഓടിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. ബസ് എന്നു മുതൽ ഓടിത്തുടങ്ങുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. രണ്ടാമത്തെ ബസിന്റെ നിർമ്മാണം പൂർത്തിയാകാനുമുണ്ട്. അതിനിടെ KSRTC ആരംഭിച്ച ബജറ്റ് ടൂറിസം പദ്ധതി പോയ വർഷങ്ങളിൽ വൻ ഹിറ്റായിരുന്നു. അയൽ സംസ്ഥാനങ്ങളിലേക്കും KSRTC ബജറ്റ് ടൂറിസം യാത്രകൾ ആരംഭിച്ചിട്ടുണ്ട്. ഗോവയിലേക്കുൾപ്പെടെ ബജറ്റ് ടൂറിസം സെൽ യാത്രകൾ ആരംഭിച്ചു. ബജറ്റ് ടൂറിസത്തിന് പുറമെ ഗ്രാമവണ്ടി സർവീസും ഇതിനോടകം ഹിറ്റായി കഴിഞ്ഞു. യാത്രക്കാർക്കായി AC, വിശ്രമ മുറികൾ, ഗുണനിലവാരമുള്ള ഹോട്ടലുകൾ, കുറഞ്ഞ നിരക്കിൽ കുപ്പിവെള്ളം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. അർബുദ രോഗികൾക്കും അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര KSRTC നൽകുന്നുണ്ട്. KSRTC സ്മാർട്ട് കാർഡിന്റെ റീചാർജ് പരിധി ഉയർത്തി 3000 രൂപയിൽ നിന്ന് 5000 രൂപയാണ് ഉയർത്തിയത്. യാത്രക്കാർക്ക് ടിക്കറ്റിന് പണം നൽകുന്നതിന് പകരം കാർഡ് ഉപയോഗിക്കാം. ATM കാർഡുകൾ സ്വൈപ്പ് ചെയ്യുന്നതിന് സമാനമായ സംവിധാനമാണ് സ്മാർട്ട് കാർഡിലും ഉപയോഗിക്കുന്നത്. 1000 രൂപ മുതൽ 1999 രൂപ വരെയുള്ള റീചാർജ് 40 രൂപ അധികം ലഭിക്കും. 2000 രൂപ മുതൽ 100 രൂപയും 3000 രൂപ മുതൽ 150 രൂപയും 4000 രൂപ മുതൽ 200 രൂപയും കൂടുതലായി ലഭിക്കും. കാർഡിലെ തുകയ്ക്ക് 1 വർഷമാണ് കാലാവധി ലഭിക്കുക. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.